ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് ഡ്രോവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ലോകത്തിൽ ഇപ്പം വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 6 ഹൈ ഇൻകം സ്കിൽസ്. ഈ 6 സ്കിൽസിൽ ഏതെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ല മണി, അതായത് ഒരുപാട് പൈസ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റിയിരിക്കും. ഇപ്പം നമ്മളുടെ ഈ ചുറ്റുവട്ടത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പലരും ഡിഗ്രി കഴിഞ്ഞിറങ്ങിയിട്ട് നോർമലി സാധാരണ പല കോഴ്സുകളിലും പോയിട്ട് ജോയിൻ ചെയ്യുന്നു. ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പം അവർ താരതമ്യേന വളരെ ലോ പെയ്ഡ് ആയിട്ടുള്ള ജോബാണ് അവർക്കൊക്കെ കിട്ടുന്നത്. സോ ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് തന്നെ ഇവർക്ക് ഈ ഹൈ ഇൻകം സ്കില്ലിനെ പറ്റിയിട്ട് പലർക്കും അവബോധമില്ല. പിന്നെ ഇവർ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഇത് വളരെ കഠിനമാണ് ഇത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന്. തീർച്ചയായിട്ടും ഇതിന് കുറച്ച് കഷ്ടപ്പാടുണ്ട്. എന്നാൽ നിങ്ങൾ ഇതിനെ ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾ ഇതിലെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്തത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുമെന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. ഓക്കെ, അപ്പം നമ്മൾ അധികം സമയം കളയാതെ നേരെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ 3 വർഷ കാലയളവ് എടുത്തു വെച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും 25% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഏതൊക്കെ ഫീൽഡിൽ? ഒന്ന് സൈബർ സെക്യൂരിറ്റി, ഫിനാൻഷ്യൽ പ്ലാനിങ്, അതുപോലെ തന്നെ സ്കിൽഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള ക്രിയേറ്റീവ് ഡിസൈൻസ് ഉണ്ടാക്കുന്ന ആളുകൾ. സോ അത്രത്തോളം ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള സ്കില്ലുകളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ സംസാരിക്കുന്നതിൽ നമ്മൾ ടോപ്പ് 6 മുതൽ ടോപ്പ് 1ലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻ ടുഡേയ്സ് ഫാസ്റ്റ് പേസ്ഡ് വേൾഡ്, ഡെവലപ്പിംഗ് ഹൈ ഇൻകം സ്കിൽ is the key to financial success and career advancement. Let's count down to the top 6 skills that can shape your financial future, starting from number 6 and working our way to the most impactful. ഓക്കെ, ഇന്നത്തെ ലോകത്തിൽ നിങ്ങൾക്ക് മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പണം വേണം. അതിൽ പണം വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ജോലി വേണം. നല്ല ജോലി വേണമെങ്കിൽ ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള നല്ല സ്കില്ല് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. നമ്പർ 6 പറയുന്നത് എന്താണ്? ക്രിയേറ്റീവ് ഡിസൈൻ ആണ്. പലർക്കും അറിയാമായിരിക്കും എന്താണ് ക്രിയേറ്റീവ് ഡിസൈൻ എന്നൊക്കെ, അല്ലേ? അതായത് വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് അവർ ഡോമിനേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അഡ്വർടൈസ്മെന്റ്സ്, ബ്രാൻഡിങ്, യുണീക്ക് ഇന്റർഫേസ്. അതായത് ആപ്പിനൊക്കെ നിങ്ങൾ പല ആപ്ലിക്കേഷനിലും അതിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു UI നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? യുണീക്ക് ഇന്റർഫേസ്. നിങ്ങളിപ്പം ഗ്രോ എടുത്താലും അല്ലെങ്കിൽ നിങ്ങൾ അപ്സ്റ്റോക്സ് എടുത്താലും സെറോദി എടുത്താലും ഈ ആപ്പിനെ വേറിട്ട് നിർത്തുന്ന പല ഘടകങ്ങൾ അല്ലെങ്കിൽ ഡിസൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് അങ്ങനെയുള്ള ഡിസൈൻസ് ഉണ്ടാക്കലാണ് ഇവരുടെ മെയിൻ റോൾ. സോ അത്രത്തോളം ഡിമാൻഡഡ് ആണ് ഈ ക്രിയേറ്റീവ് ഡിസൈൻ മേക്കേഴ്സിനൊക്കെ ആണ് നമ്മൾ പറയുന്നത്, അല്ലേ? ക്രിയേറ്റീവ് ഡിസൈനേഴ്സ് മേക്ക് ബ്രാൻഡ്സ് മെമ്മറബിൾ. അതായത് ഒരു ബ്രാൻഡിനെ അത്രത്തോളം മെമ്മറി ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ആകർഷിപ്പിക്കുക അല്ലെങ്കിൽ എന്നും ഓർമ്മിപ്പിക്കുന്ന വിധത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ക്രിയേറ്റീവ് ഡിസൈനർക്ക് പറ്റുമെന്നാണ് പറയുന്നത്. ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഗ്രാഫിക് ഡിസൈൻസ്, ആനിമേഷൻ, പ്രൊഡക്റ്റ് ഡിസൈൻ, ബ്രാൻഡിങ് ആൻഡ് UI/UX. ഇപ്പോൾ എക്സാമ്പിൾ പറയുക, നിങ്ങൾക്ക് മറ്റൊരു എക്സാമ്പിൾ, വളരെ പ്രസിദ്ധമായിട്ടുള്ള എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആപ്പിളിനെ എടുക്കാം അല്ലെങ്കിൽ നൈക്കിനെ എടുക്കാം. ഡിസൈൻ ഈസ് സെൻട്രൽ ടു ദർ ഐഡന്റിറ്റി. അതിൻ്റെ ഡിസൈനാണ് അതിൻ്റെ കേന്ദ്രമായിട്ട് നമ്മളെ ആകർഷിപ്പിക്കുന്ന ഒരു ഘടകം, അല്ലേ? ഇപ്പം നമ്മൾ ഈ ക്രിയേറ്റീവ് ഡിസൈൻ നമ്മൾ ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് ആപ്ലിക്കേഷനെ പറ്റിയിട്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് എന്താണ്? അഡോബ് ഫോട്ടോഷോപ്പ് ആണ്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം പ്രൊഫഷണൽ ഡിസൈനേഴ്സ് ഉപയോഗിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് അഡോബിൻ്റെ ഫോട്ടോഷോപ്പ്, അല്ലേ? പിന്നെ എന്താണ്? ഇല്ലസ്ട്രേറ്റർ ഉണ്ട്, ആഫ്റ്റർ എഫക്ട്സും ഉണ്ട്. പിന്നെ ക്യാൻവ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ക്വിക്ക് ഡിസൈൻ, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഡിസൈൻ ഉണ്ടാക്കണമെന്ന് ഉണ്ട് എങ്കിൽ. ഓക്കെ, പിന്നെ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ നോർമലി നിങ്ങളുടെ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ +2 ഹയർ സെക്കൻഡറി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കോഴ്സുകൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും. എക്സാമ്പിൾ ഇപ്പം ഉഡമി ഉണ്ട്. സ്കിൽ ഷെയർ എന്നൊക്കെ പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാം, അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ഫ്രീലാൻസർ ഒരു ഫ്രീലാൻസ് ഗ്രാഫിക് ഡിസൈനർ ഏൺ ചെയ്യുന്നതെന്ന് പറയുന്നത് 30,000 മുതൽ 1 lakh പെർ പ്രൊജക്റ്റ് ആണ് ടിപ്പിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആവറേജ് ഒരു ഫ്രീലാൻസർ ഏൺ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ ഹൈ ആയിട്ട് നിങ്ങൾ നല്ല എക്സ്പീരിയൻസ് നേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ശക്തമായിട്ടും കൂടാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. ഇനി രണ്ടാമത്തതല്ല 5ാമത്തെ നമ്മൾ പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് അനാലിസിസ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ദിസ് സ്കിൽ ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ് മാനേജ് ആൻഡ് ഗ്രോ ദർ വെൽത്ത്. ഒരു ബിസിനസ്സിന് നല്ല ശക്തമായിട്ട് മുന്നോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ശക്തമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ മാനേജർ ഉണ്ടായിരിക്കണം. കാരണം ഇവരാണ് ആ ബിസിനസ്സിനെ ഓവറോൾ അതിൻ്റെ കോസ്റ്റ് കട്ട് ചെയ്തുകൊണ്ട് അവിടെ ഉള്ള പണത്തിനെ മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അത്രത്തോളം നോളജ് ഉള്ള ഒരു ഫിനാൻഷ്യൽ മാനേജർ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് അനാലിസിസ് സ്കില്ലുള്ള ഒരാൾ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതും. അതുപോലെ തന്നെ ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം തീർച്ചയാണ്. കമ്പനീസ് നീഡ് ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ടു അലോക്കേറ്റ് റിസോഴ്സസ് ആൻഡ് പ്ലാൻ ഫോർ ഗ്രോത്ത്. അത് നിങ്ങൾ എത്ര താഴേക്കിടയിലുള്ള കമ്പനി ആയാലും ഇപ്പം എത്ര വലിയ എന്താ പറയുക സമ്പാദ്യം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പണം സമ്പാദിക്കുന്ന ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ പോലെയുള്ള കമ്പനി ആണെങ്കിലും അവരുടെ ഫണ്ട് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക ഒപ്റ്റിമൈസ് ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യണമെങ്കിൽ അത്രത്തോളം നോളജുള്ള ഒരാൾ വേണം എന്നുള്ള കാര്യം തീർച്ചയാണ്. സോ ഇവർ അത്രത്തോളം കോസ്റ്റ് കട്ട് ചെയ്യുമ്പം ഇവർക്ക് കിട്ടാവുന്ന റെമ്യൂണറേഷനും അത്രത്തോളം വലുതായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. പേഴ്സണൽ ഫിനാൻഷ്യൽ ഈസ് ക്രൂഷ്യൽ ഇൻ എ വേൾഡ് ഓഫ് എക്കണോമിക് അൺസർട്ടനിറ്റി. ഇത് കമ്പനീൻ്റെ കേസിൽ മാത്രമല്ല ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിന് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് പൈസ സമ്പാദിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഫ്രീലാൻസ് ചെയ്യുകയാണെങ്കിൽ പല ഫ്രീലാൻസ് ആപ്ലിക്കേഷനിലൂടെയും നമുക്ക് ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു കോഴ്സ് കൂടിയാണ് ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, പേഴ്സണൽ ഫിനാൻസിങ് ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് മാനേജ് വെൽത്ത്, അതാണ് ഇവരുടെ കീ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറച്ച് നോളജ് വേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മൈക്രോസോഫ്റ്റിന്റെ എക്സൽ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ സാപ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട്, ഒറാക്കിൾ ഉണ്ട്, അതുപോലെ തന്നെ പവർ BI ഉണ്ട്. ഓക്കെ, ഇത് എങ്ങനെ തുടങ്ങാമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ലേൺ ദ ബേസിക്സ് ഓഫ് ഫിനാൻഷ്യൽ മോഡലിംഗ്. അതിൻ്റെ ബേസിക്സ് നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യമേ പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് ഇൻഡെപ്തിലോട്ടേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻസ് എടുക്കാവുന്നതാണ്. എക്സാമ്പിൾ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് CFA എടുക്കാം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അനലിസ്റ്റ് പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റും എടുക്കാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെ ഒരുപാട് ടൈം എടുക്കുന്നതാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിനോട് പാഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് ഇതൊക്കെ. ഇതിൻ്റെ ഏണിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എൻട്രി ലെവൽ സാലറി തന്നെ നിങ്ങൾക്ക് 8 മുതൽ 12 ലക്ഷം പെർ ആനുവലി നിങ്ങൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ സീനിയർ ലെവൽ കൺസൾട്ടൻ്റ് ആയിട്ടുണ്ടെങ്കിൽ 20 ലക്ഷം മുതൽ 40 ലക്ഷത്തിൻ്റെ ഇടയിൽ ഓൺ ആൻ ആവറേജ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സൈബർ സെക്യൂരിറ്റി. നാലാമത്തതാണ് സൈബർ സെക്യൂരിറ്റി. ഒന്നാമത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ പോവുക. ഓക്കെ, പ്രൊട്ടക്ടിങ് ഡിജിറ്റൽ അസറ്റ്സ് ഫ്രം സൈബർ ത്രെറ്റ്സ് ഈസ് എ ക്രിട്ടിക്കൽ നീഡ്. ഒരുപാട് ആപ്ലിക്കേഷൻസ്, ഒരുപാട് വെബ്സൈറ്റ്, പുതിയ സോഫ്റ്റ്വെയർസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സൈബർ അറ്റാക്സ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിപ്പം ഒരു വീടിൽ കള്ളം കയറുന്നത് പോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഡിജിറ്റൽ അസറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ ഇത് മോഷ്ടിക്കാനും അല്ലെങ്കിൽ ഇതിനെ ഹാക്ക് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് പൈസ ഉണ്ടാക്കാനുള്ള ഒരുപാട് വിദ്വാൻമാരുടെ ശ്രമം ഉണ്ടാവും. സോ ഇതിനൊക്കെ ഒരു തടയിടുക എന്ന് പറയുന്നതാണ് സൈബർ സെക്യൂരിറ്റി പോലെയുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴിയുള്ള ഉദ്ദേശ്യം. ഓക്കെ, സൈബർ ക്രൈം ഈസ് പ്രൊജക്റ്റഡ് ടു കോസ്റ്റ് ദ വേൾഡ് 10.5 ട്രില്യൺ ആനുവലി ബൈ 2025 ഇവരൊരു എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു കണക്ക് പ്രകാരം 10.5 ട്രില്യൺ ഡോളറിൻ്റെ ഒരു സൈബർ ക്രൈം നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്, അതായത് ലോകത്തിൽ. ഓക്കെ, അത്രത്തോളം വലിയൊരു സാധ്യതയാണ് സൈബർ സെക്യൂരിറ്റിന് നമ്മൾ കാണുന്നത്. എവറി കമ്പനി നീഡ് സ്കിൽഡ് പ്രൊഫഷണൽ ടു പ്രൊട്ടക്ട് ഡാറ്റ. എല്ലാ കമ്പനിയും ഇപ്പോൾ റൺ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവരുടേതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് അവർ പ്ലേ സ്റ്റോറിൽ ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടാകും. സോ ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആ കമ്പനിയുടെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ, അത്രത്തോളം പ്രിയോറിറ്റി അവർ കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പം ആപ്പിളിൻ്റെ ഒരു കമ്പനിയുടെ വെബ്സൈറ്റ് നമ്മൾ ഹാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോ ആപ്പിൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എത്രത്തോളം പൈസ കൊടുക്കും എന്നുള്ള കാര്യം നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അത്രത്തോളം ലാഭം ഉണ്ടാക്കുന്ന ഒരു കമ്പനി അവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ ക്രെഡിബിലിറ്റിനെ ബാധിക്കുന്ന ആ വെബ്സൈറ്റിന് എന്തെങ്കിലും ഒരു പോറൽ പറ്റാൻ വേണ്ടിയിട്ട് അവർ വിടുവോ? ഇല്ല. സോ അത്രത്തോളം ഡിമാൻഡാണ് സൈബർ സെക്യൂരിറ്റിക്ക് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നെറ്റ്വർക്ക് സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ് പോലെയുള്ള കോഴ്സ് നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ റിസ്ക് അസസ്മെന്റ് ഉണ്ട്, കോംപ്ലിയൻസ് ഉണ്ട്. ഓക്കെ, കസ്റ്റമർ ഇൻഫർമേഷൻ സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് എന്താ പറയുക കൈകാര്യം ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ അവർ അതിനെ സേഫ് ഗാർഡ് ചെയ്യുന്നുണ്ടാവും. ഫിനാൻഷ്യൽ ഡാറ്റ സേഫ് ഗാർഡ് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഒരു കമ്പനീൻ്റെ ഫിനാൻഷ്യൽ ഡാറ്റ എന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ എന്താണ്
പ്രാക്ടീസ് വിത്ത് റിയൽ വേൾഡ് സിനാരിയോസ് ഇൻ സൈബർ സെക്യൂരിറ്റി ലാബ്സ്. ഇവരുടെ ഒരു എൻട്രി ലെവൽ സാലറി എന്ന് പറയുന്നത് എന്താണ്? 5 മുതൽ 10 ലക്ഷം പെർ ആനം. ഓക്കെ, എക്സ്പീരിയൻസ്ഡ് ആണ് എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ എക്സ്പേർട്സിന് കൊടുക്കുന്നത് പോലെ തന്നെ 20 മുതൽ 40 ലക്ഷം വരെയാണ് ഇവരുടെ ആവറേജ് ആനുവൽ പാക്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? അടുത്ത മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈ ഇൻകം സ്കില്ലാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. നമ്മൾ ഇന്ന് കാണുന്ന ഇൻസ്റ്റഗ്രാം ആയാലും അല്ലെങ്കിൽ വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും എല്ലാം തന്നെ ഒരു സോഫ്റ്റ്വെയർ ആണ് അല്ലേ? അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എത്ര റവന്യൂ ആണ് ഇപ്പം നമ്മുടെ മാർക്ക് സക്കർബർഗിന് ഇത് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ഒക്കെ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എത്ര റവന്യൂ ആണ് അതിൻ്റെ പാരന്റ് കമ്പനിയായ ഗൂഗിൾ അല്ലെങ്കിൽ ആൽഫബെറ്റിന് നേടിക്കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർക്ക് കിട്ടുന്ന ആനുകൂല്യം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ശമ്പളം എത്രത്തോളം ആയിരിക്കുമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. സോഫ്റ്റ്വെയർ റൺസ് ദ മോഡേൺ വേൾഡ് ഫ്രം ആപ്സ് ടു എന്റർപ്രൈസ് സിസ്റ്റം. അതായത് ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ മാത്രമല്ല, ഒരു മൊത്തത്തിലുള്ള ഒരു ഓവറോൾ ബിസിനസ്സിനെ തന്നെ കംപ്ലീറ്റ്ലി റൺ ചെയ്യാൻ ഇന്ന് പല സോഫ്റ്റ്വെയർസിനും പറ്റുന്നുണ്ട് അല്ലേ? ഡെവലപ്പേഴ്സ് ആർ ഇൻ ഡിമാൻഡ് അക്രോസ് ഇൻഡസ്ട്രീസ്. പല ഇൻഡസ്ട്രീസിനും ഇപ്പം വളരെ ശക്തമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനെ ആവശ്യമാണ്. മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ്, വെബ് ഡെവലപ്മെന്റ്, എന്റർപ്രൈസ് സൊല്യൂഷൻസ്. ഇൻസ്റ്റഗ്രാമും വാട്സപ്പും അതുപോലെ തന്നെ ERP സിസ്റ്റം ലൈക്ക് SAP ഒക്കെ വളരെ ശക്തമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് അല്ലേ? ഇനി നമ്മൾ ഇതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇതിന് താല്പര്യപ്പെടുക അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ശക്തമായിട്ട് പഠിച്ചിരിക്കേണ്ട പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഒന്ന് പൈത്തൺ ആണ്, ജാവാസ്ക്രിപ്റ്റ് ആണ്, ഓക്കെ, C++ഉം പഠിക്കേണ്ടത് അനിവാര്യമാണ്. ഓക്കെ, പിന്നെ എന്താണ് ഫ്രെയിം വർക്ക്സ് പറയുകയാണെങ്കിൽ റിയാക്ട് ഉണ്ട്, അതുപോലെ തന്നെ Node.js ഉണ്ട്, Django ഉണ്ട്. പിന്നെ എങ്ങനെ ഇത് തുടങ്ങാമെന്ന് ചോദിച്ചാൽ പിക്ക് വൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് പ്രാക്ടീസ് ഡെയിലി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡഡ് ആയി തോന്നുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബിൽഡ് പ്രൊജക്ട്സ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ഓപ്പൺ സോഫ്റ്റ്വെയർ. ഏർണിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ 6 മുതൽ 12 ലക്ഷം വരെ നിങ്ങൾക്ക് ആനുവലി ഇനീഷ്യലി തന്നെ പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 lakhs എബവ് എത്ര വരെ പോകാനും പോസിബിലിറ്റി ഉണ്ട്. ഇനി അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഡാറ്റ അനാലിസിസ് ആണ്. ഓക്കെ, ഡാറ്റ അനാലിസിസ് ആണ് അടുത്തത്. ഡാറ്റ ഡ്രിവൺ ഡിസിഷൻസ് ആർ ക്രിട്ടിക്കൽ ഫോർ ബിസിനസ്. ഒരു ബിസിനസ്സിന് അതിൻ്റെ ഡാറ്റ, അതായത് ആ ബിസിനസ്സിൻ്റെ ഡാറ്റ എന്താ പറയുക ഡ്രൈവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഡാറ്റ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് ആ ബിസിനസ്സിന് ഫ്യൂച്ചറിൽ എത്രത്തോളം പോകാൻ പറ്റുമെന്നുള്ള കാര്യമൊക്കെ ശക്തമായിട്ടുള്ള ഒരു ഡാറ്റ അനലിസ്റ്റിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഡാറ്റ അനലിസ്റ്റ് ടേൺ റോ ഡാറ്റ ഇൻ ടു ആക്ഷണബിൾ ഇൻസൈറ്റ്സ്. ഡാറ്റ ഡ്രിവൺ ഡിസിഷൻസ് ഗീവ് ബിസിനസ് എ കോമ്പറ്റീറ്റീവ് എഡ്ജ്. ഡാറ്റ വിഷ്വലൈസേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ബിസിനസ് ഇന്റലിജൻസ് എക്സെട്ര. ഓക്കെ, ഫിനാൻഷ്യൽ അനലിസ്റ്റിനും അതുപോലെ തന്നെ ഓപ്പറേഷൻ മാനേജ്മെന്റിനൊക്കെ വളരെ ശക്തമായിട്ടും ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഡാറ്റ അനലിസ്റ്റിന് അവരെയൊക്കെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെറ്റ്ഫ്ലിക്സ് യൂസസ് ഡാറ്റ അനലിസ്റ്റ് ടു റെക്കമെൻഡ് ഷോസ്. അതായത് ഒരു യൂസറിന്റെ താല്പര്യം അനുസരിച്ചിട്ട് ആ യൂസറിന് ഇഷ്ടപ്പെട്ട ഷോകൾ എന്താ പറയുക റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡാറ്റ അനലിസ്റ്റിന് ശക്തമായിട്ട് പറ്റുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കണ്ടന്റ് സെർച്ച് ചെയ്ത് കാണുകയാണെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞ് യൂട്യൂബ് ഓഫ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ യൂട്യൂബ് ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ നേരത്തെ സെർച്ച് ചെയ്ത നമ്മൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ് പിന്നെയും എടുത്ത് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ കേസിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു റീൽ നമ്മൾ കാണുകയാണെങ്കിൽ വീണ്ടും ആ റീല് കാണിച്ചു തരാനുള്ള പ്രോബബിലിറ്റി ഒരുപാട് തവണ ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാകും അല്ലേ? സോ ഇതിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ടൂൾസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പൈത്തൺ പഠിക്കുക, പവർ BI പഠിക്കുക. ഓക്കെ, പിന്നെ മെഷീൻ ലേണിങ്ങിൻ്റെ ബേസിക്സും അത്യാവശ്യം അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എന്താണ് ഇതിൻ്റെ ഏർണിംഗ് പൊട്ടൻഷ്യൽ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15 മുതൽ 30 ലക്ഷമാണ് ആവറേജ് ഇവർക്ക് കൊടുക്കുന്നത്. ഇവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. അതിന് പുറമെ എത്ര വേണമെങ്കിലും പോകാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. ഇനി നമ്മൾ നമ്പർ 1 പറയുകയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. വളരെ ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ബിസിനസ് റിലൈ ഓൺ ഡിജിറ്റൽ ചാനൽസ് ടു റീച്ച് ഓഡിയൻസസ്. ബിസിനസ് ഏറ്റവും കൂടുതൽ ഇപ്പം എന്താ പറയുക അവരുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ടാർഗറ്റഡ് ഓഡിയൻസിന് അവരുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ള ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ ക്യാൻവാസ് ചെയ്തുകൊണ്ടാണ് അവരുടേതായിട്ടുള്ള ആ ഒരു
പ്രൊമോഷൻ കൊടുക്കുന്നത്. സോ ഈ പ്രൊമോഷനൊക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റർക്ക് തീർച്ചയായിട്ടും സാധിക്കും. ബിസിനസ് റിലൈ ഓൺ ഡിജിറ്റൽ ചാനൽസ് ടു റീച്ച് ഓഡിയൻസ്. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഡൈനാമിക് ആൻഡ് ക്രിയേറ്റീവ് ഫീൽഡ്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്, അതുപോലെ തന്നെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആണ്, SEO. എക്സാമ്പിൾ വൈറൽ ക്യാമ്പയിൻസ് ഓൺ ഇൻസ്റ്റാഗ്രാം ഓർ എഫക്റ്റീവ് SEO സ്ട്രാറ്റജീസ്. ടോപ്പ് ടൂൾസ്, ഇതിന് വളരെ അഭികാമ്യമായിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ഒന്ന് ഗൂഗിൾ ആഡ്സെൻസ് ആണ്, മറ്റൊന്ന് ഫേസ്ബുക്ക് ആഡ്സെൻസ് ആണ്, പിന്നെന്താണ് മാനേജർ, ക്യാൻവ, ഹബ്സ്പോട്ട്. ഓക്കെ, ഇപ്പോൾ ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു യൂട്യൂബർ ഒക്കെ ആണെങ്കിൽ അവരൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ആയിരിക്കും. സോ ഇവർക്കൊക്കെ കൊടുക്കുന്ന ഒരു ഇൻകം അല്ലെങ്കിൽ ഇവർക്കൊക്കെ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു ടാർഗറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ പറ്റിയിട്ടാണ് അവർ കൂടുതലായിട്ട് വീഡിയോ ചെയ്യുന്നതെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ ആ യൂട്യൂബർക്ക് ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ ഹൈ പേയ്മെൻറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ എല്ലാവർക്കും തുടങ്ങാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബ്ലോഗ് ചാനൽ തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ബ്ലോഗിൻ്റെ ഒരു വെബ്സൈറ്റ് തുടങ്ങാം, സോഷ്യൽ മീഡിയ പേജ് തുടങ്ങാം, ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങാം, അല്ലെ ഫേസ്ബുക്ക് പേജ് തുടങ്ങാം. ഇതൊക്കെ നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു റവന്യൂ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്, അല്ലെ. അതായത് നിങ്ങൾക്ക് വലിയ രീതിക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും തന്നെ ഇല്ല ഇവിടെ കൊടുക്കേണ്ടതായിട്ട്. ടേക്ക് ഓൺലൈൻ കോഴ്സസ് ഇൻ SEO, കോണ്ടന്റ് മാർക്കറ്റിംഗ് ആൻഡ് ഇമെയിൽ മാർക്കറ്റിംഗ്. അതായത് ഓൺലൈനിൽ ഒരുപാട് കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഉഡമി പോലെയുള്ള പല വെബ്സൈറ്റ്സുകൾ അല്ലെങ്കിൽ പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എങ്കിൽ നിങ്ങൾ ഈ കോഴ്സുകളൊക്കെ എടുത്തിട്ട് കൂടുതൽ ഇതിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു ഏർണിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ പറയുകയാണെങ്കിൽ 20,000 മുതൽ 1,00,000 വരെ ഓരോ മാസം നേടുന്ന പല ഫ്രീലാൻസേഴ്സും ഉണ്ട്, അല്ലേ. പിന്നെ എന്താണ് സീനിയർ റോൾസ് ആണെങ്കിൽ 12 മുതൽ 40 ലക്ഷം പെർ ആനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്രത്തോളം ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു സ്കില്ലുകൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ 6 സ്കില്ലുകളൊക്കെ അല്ലെങ്കിൽ സ്കില്ലുകളെ കുറിച്ചിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏതാണ് താല്പര്യമെങ്കിൽ നിങ്ങളത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടോ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ സ്കില്ലുകളൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കില്ല് ശക്തമായിട്ട് പഠിച്ചെടുത്തിട്ട് നിങ്ങൾ ജീവിതത്തിൽ കൂടുതലായിട്ടും നിങ്ങളുടെ പണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ വെൽത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അത്രത്തോളം പണത്തിന് അല്ലെങ്കിൽ ഒരു പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്രത്തോളം കഠിനമായിട്ടുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സോ നിങ്ങൾ ഒരു നല്ലൊരു സ്കില്ല് നേടിയെടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അല്ലെങ്കിൽ നല്ല വെൽത്ത്, നല്ല സമ്പാദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ള കാര്യം തീർച്ചയാണ്. ദീസ് ടോപ്പ് skills are not only high in demand but also offer significant potential for growth and financial stability. Investing in this skill can set you on a path to a more successful and secure future. ഓക്കെ, നമ്മളുടെ വീഡിയോ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട സ്കില്ല് ഏതാണ് എന്ന് തീർച്ചയായിട്ടും നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കൊരു ഒരു ചെറിയൊരു ക്യൂട്ട് പറയാനുള്ളത്, സ്കിൽസ് ആർ ദ കറൻസി ഓഫ് ദ ഫ്യൂച്ചർ. അതായത് നിങ്ങൾക്ക് ഭാവിയിൽ നല്ല കറൻസി US ഡോളറിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ അല്ലെങ്കിൽ പൗണ്ടിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ ഒന്നും വേണ്ട. നിങ്ങൾ INR ഇന്ത്യൻ റുപ്പിയിൽ തന്നെ നിങ്ങൾക്ക് നല്ല ശക്തമായിട്ടുള്ളൊരു ഏണിംഗ് ചെയ്യണമെന്ന് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നല്ല സ്കില്ല് നിങ്ങൾ നേടിയിരിക്കുക. ഓക്കെ, ഒരുപാട് യൂട്യൂബേഴ്സ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് എത്രത്തോളം സ്കില്ല് നേടാൻ പറ്റുമോ അത്രത്തോളം സ്കില്ല് നേടുക. ഇപ്പം നിങ്ങൾ ഏത് ജോലിക്ക് വേണ്ടി ശ്രമിച്ചാലും അവരൊക്കെ നിങ്ങൾ ഏറ്റവും ആദ്യം നോക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ലുണ്ട് എന്നുള്ളതാണ്, അല്ലേ. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.